ഹായ് ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇതാണ്ട് കൊട്ടിയൂരുള്ള തീർത്ഥാടന യാത്ര. ഏതൊക്കെ ക്ഷേത്രങ്ങളിലാണ് ഇന്നലെ നമ്മൾ പോയത്? നമ്മൾ ഇന്നലെ കൊട്ടിയൂര് മുത്തപ്പൻ ക്ഷേത്രം, അതിനുശേഷം നമ്മൾ വേറൊരു ക്ഷേത്രം പോയിട്ട് മൃദംഗ ശൈലേശ്വരി ക്ഷേത്രം. ഇതൊക്കെ പോയിട്ട് ഇതൊക്കെ കൊട്ടിയൂരിനോട് അനുബന്ധിച്ചുള്ള ക്ഷേത്രങ്ങളാണ്. ഇതൊക്കെ കൊട്ടിയൂർ വരുന്നത് നിങ്ങൾ കാണണം കേട്ടോ, പോയി കാണണം. അത് കഴിഞ്ഞ് അടുത്ത ദിവസം ഇവിടെ ഒരു സ്റ്റേ എടുത്ത് അതൊരു അടിപൊളി സ്റ്റേ അത് കാണിക്കാം. ഇനി നമ്മൾ തിരുനെല്ലി ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത്. അപ്പോൾ ആ കാഴ്ചകളിലേക്ക്, ആ പുതിയൊരു അടിപൊളി വൈബ് വീഡിയോയിലേക്ക് ഞങ്ങൾ വീണ്ടും വരുന്നു. എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഈ റൂം കാണിക്കാം കേട്ടോ. നമ്മൾ ഇന്നലെ താമസിച്ച തറവാട് വീട് ഇത് മാനന്തവാടിയിൽ നിന്ന് ഏകദേശം ഒരു 10 കിലോമീറ്റർ അകലെ തിരുനെല്ലി പോകുന്ന വഴിക്കാണ്. അപ്പോൾ തിരുനെല്ലിയിലേക്ക് പോകുന്ന വഴിക്ക് സ്റ്റേ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി വീടാണ്. ഇന്നലെ ഒരു രാത്രി ഫുള്ള് ഞങ്ങൾ 7 പേര് കൂടെ ഉണ്ടായിരുന്നു. നല്ല സെറ്റ് വൈബായിരുന്നു കേട്ടോ. ഇതിനകത്തൊരു 4ഓളം ബെഡ്റൂമുണ്ട്, അതുപോലെ തന്നെ 3 ബാത്റൂം, അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട്. ഒരു 3-4 ഫാമിലിക്ക് അടിപൊളിയായിട്ട് താമസിക്കാൻ പറ്റുന്ന വീടാണ്. അപ്പോൾ ഇതിനകത്ത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം. നിങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ ഇതാണ്ട് ഈ ജനലിലൊരു കോൺടാക്ട് നമ്പർ കാണുന്നുണ്ടോ, അത് പെട്ടെന്ന് തന്നെ നോട്ട് ചെയ്ത് വെച്ചിട്ട് വിളിച്ചോളൂ കേട്ടോ. ലൈറ്റ് ഓഫ് ചെയ്ത് പോയിട്ടുണ്ട്. ഈ കാണുന്ന ബെഡ്റൂമാണ്. ഈ ലെഫ്റ്റ് സൈഡിൽ ഈ കയറി വരുമ്പോൾ കാണുന്ന ബെഡ്റൂമാണ്. വൈഫൈ സൗകര്യമുണ്ട്. ഇത് അറ്റാച്ച്ഡ് ബെഡ്റൂമാണ്. ഇതിൻ്റെ പുറകിൽ പിന്നെ ഒരു ബെഡ്റൂം കൂടെ ഉണ്ട്. അതാ ആ ഡോർ കാണുന്ന അത് ബെഡ്റൂം തന്നെയാണ് കേട്ടോ. പിന്നെ ഇങ്ങനെ കയറി വരുമ്പോഴത്തേക്ക് ഇതൊരു ഡൈനിങ് ഹാൾ വരുവേ. ഇങ്ങനെ അകത്തോട്ടൊരു ഡൈനിങ് ഹാൾ, അതിൻ്റെ പുറകിൽ കിച്ചൺ. ഇതൊരു അറ്റാച്ച്ഡ് ബെഡ്റൂമാണ്. അങ്ങനെ 3-4 ഫാമിലിക്ക് അടിപൊളിയായിട്ട് താമസിക്കാവുന്ന ഒരു വീടാണ്. ഇതിപ്പോൾ ഒരു ഫാമിലിയാണ് വരുന്നതെങ്കിൽ നിങ്ങൾക്കൊരു 2700 രൂപ വരെ കിട്ടും. ഇതിൻ്റെ ഓണർ ചേട്ടനാണ് ഈ നിൽക്കുന്നതാ. ഈ നമ്പറിലാണ് നിങ്ങൾ കോൺടാക്ട് ചെയ്യേണ്ടുന്നത്. ഞങ്ങളിവിടെ താമസിച്ചു, ഞങ്ങൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഞങ്ങൾക്ക് സമയമില്ലാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ 2 ദിവസം ഇവിടെ നിന്നിട്ടേ പോകുള്ളൂ. ഇതൊക്കെ കാപ്പിത്തോട്ടമാണ്. അതുപോലെ തന്നെ കമുകൊണ്ടതോ അങ്ങ് താഴെയായിട്ട് വലിയൊരു കുളം കാണാം. ഈ തോട്ടം നനയ്ക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള കുളമാണ്. ആ കുളത്തിൻ്റെ സൈഡിൽ ബെഞ്ചൊക്കെ ഇട്ട് ഒരു ആംബിയൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഇരിക്കാനുള്ളത്. രാവിലെ ഞങ്ങൾ ഇറങ്ങി നോക്കുമ്പോഴേ ഇവിടെ 2 മാനല്ലേ ഏട്ടാ, 2 മാനും മയിലൊക്കെ ഇവിടെ ഉണ്ടായിരുന്നത്. ഞങ്ങൾ ഇറങ്ങി വന്നപ്പോൾ പെട്ടെന്ന് ഓടിക്കളഞ്ഞു. അങ്ങനെ ചിലപ്പോൾ മുറ്റത്തൊക്കെ മാൻ വന്ന് നിൽക്കും. ഈ മാനല്ല, മറ്റേ പുള്ളിമാൻ. ഇത് കഴിഞ്ഞ് ഫോറസ്റ്റ് ആണ് ഈ ബോട്ട് കാണുന്നത്. അപ്പൊ ആനയും കടുവയൊക്കെ വരാനുള്ള ആനയില്ലല്ലേ? പുലിയോ ഉണ്ട്. രാത്രി വരെയൊന്നുമില്ലല്ലോ അല്ലേ? ഞങ്ങൾ കിടന്നപ്പോൾ വന്നില്ല. കരടിയോ? കരടി ഇല്ലല്ലേ. നമ്മൾ വന്ന വണ്ടിയാട്ടോ ഇത്. ഈ വീട്ടിൻ്റെ മുമ്പിൽ ഇട്ടിട്ട് ഈ ഒരു ഫ്രെയിമിൽ ഞാൻ കാണിച്ചിട്ട് എന്താ സെറ്റപ്പ് നോക്കുന്നത്. ഇതാ കണ്ടോ, കിയ കാരൻസ്. 7 പേർക്ക് വരാൻ പറ്റിയ വണ്ടി എടുത്ത് വന്ന് ഇതാ ഇങ്ങനെ കാണുമ്പോഴുണ്ടല്ലോ അതൊരു അടിപൊളി വൈബ്. ഇത് ലാലു ആണ്. ലാലു നമ്മുടെ ചാനലിൽ പുതിയ ആളാണ്. ഇത് നമ്മുടെ പ്രവീൺ ലാലിൻ്റെ അനിയനാണ്. ലാലു ആണ് നമുക്ക് വണ്ടിയായിട്ട് നമ്മളെ കൊണ്ടിങ്ങോട്ട് വന്നത്. ഡ്രൈവറൊന്നുമല്ല, നമ്മുടെ സുഹൃത്താണ്. പക്ഷേ അടിപൊളി ഡ്രൈവറാണ്. ഉറക്കൊഴിഞ്ഞ് എത്ര മണിക്കൂർ വേണോ വണ്ടി ഓടിക്കും. അപ്പോൾ നമ്മളിഞ്ഞ് തിരുനെല്ലി ക്ഷേത്രത്തിലേക്ക് പോകണം. അപ്പോൾ നമ്മൾ തിരുനെല്ലി കാഴ്ചകളുമായിട്ട് വരാം. ശുചീകരണ തൊഴിലാളികൾ തിരുനെല്ലി വന്ന ആൾക്കാരാണ്. തിരുനെല്ലി ക്ഷേത്രത്തിലേക്ക് പോകാനുള്ള റോഡിലെ ബ്ലോക്കാണ് കേട്ടോ. നമ്മളിപ്പോൾ ഒരു 2 കിലോമീറ്റർ ഇപ്പുറത്താണ്. അങ്ങോട്ടേക്ക് വണ്ടി കടന്നു പോകാൻ പറ്റാത്ത രീതിയിൽ ബ്ലോക്കാണ്. ഈ ക്ഷേത്രങ്ങളിൽ വരുന്ന ആൾക്കാരെല്ലാവരും ഇവിടെ വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും തിരക്കും ഇങ്ങനെ ബ്ലോക്കും. ജയ് ഗുരു. തിരുനെല്ലി ക്ഷേത്രത്തിലേക്ക് പോകുന്ന യാത്ര ക്യാൻസൽ ചെയ്ത് കേട്ടോ. അവിടേക്ക് പോകാൻ പറ്റത്തില്ല, ഭയങ്കരമായ ബ്ലോക്കാണ്. അങ്ങനെ നമ്മൾ വീണ്ടും തിരിച്ച് കാട്ടിക്കുളം ജംഗ്ഷനിലെത്തിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് കയറി കേട്ടോ. അതാ ഈ കടയിലാണ് കയറിയത്. ഇത് കാട്ടിക്കുളം ജംഗ്ഷനിൽ തന്നെയാണ്. തോൾപ്പെട്ടി റോഡിലേക്ക് പോകുന്ന വഴിക്കാണ് ഹോട്ടൽ മലബാർ. കൊള്ളാം, അത്യാവശ്യം നല്ല കടയാണ് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല കടയാണ്. നമ്മളിതാ ഇവിടെ കയറിയാൽ കഴിച്ചത്. അവർ കഴിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ തിരുനെല്ലി പോകുന്നില്ലല്ലോ വിട്ട്. ഇനി വയനാട് വേറെ ഏതെങ്കിലും സ്ഥലങ്ങൾ വൈബ് സെറ്റാവുന്ന ഏതെങ്കിലും സ്ഥലങ്ങളുണ്ടെങ്കിൽ അങ്ങോട്ട് പോയാൽ അവിടെ പോയി കാഴ്ചകൾ കാണാം. നമ്മൾ സുൽത്താൻ ബത്തേരിയിലേക്ക് പോകാൻ തീരുമാനിച്ചു കേട്ടോ. അവിടെ പോയിട്ട് നമുക്ക് അവിടെ റൂമൊക്കെ എടുത്തുനിന്ന് സ്റ്റേ ചെയ്യണം. ഞാൻ ആ റൂം കാണിക്കാം. എന്നിട്ട് അതിന് ചുറ്റുപാടുള്ള സ്ഥലങ്ങൾ, നമുക്ക് കാണാൻ പോകാൻ പറ്റുന്ന സ്ഥലങ്ങൾ എൻജോയ് ചെയ്യാമെന്നാണ് ഇപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. എല്ലാവരും വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അല്ല, അടിപൊളി സ്ഥലമല്ലേ? നോക്കി, ഇതാ വയലൊക്കെ ആയിട്ട്. എന്താ ഈ ലൊക്കേഷൻ നോക്കിയേ. ഇങ്ങനെയുള്ള കുറേ അടിപൊളി സ്ഥലങ്ങൾ വയനാട്ടിലുണ്ട്. മണ്ണിന്റെ മണമുള്ള കഥകളാണ് അകത്ത് എഴുതിയിട്ട് കുഴിച്ചിടും.
നമ്മൾ സുൽത്താൻ ബത്തേരിയിൽ എത്തിയിട്ട് അവിടെ ചെറിയൊരു റൂം എടുത്ത് അത് ഞാൻ കാണിച്ചിട്ട് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് ബാച്ചിലേഴ്സിനൊക്കെ താമസിക്കാൻ പറ്റിയ റൂം അല്ലേ, അത് തിരിച്ചു വന്നിട്ട് കാണിച്ചിട്ട് എന്നിട്ട് നമ്മൾ മുത്തങ്ങയിലോട്ട് പോകണം കേട്ടോ. ഇത് കണ്ടോ, ഫുള്ള് മഴയാണ് വയനാട്. വയനാട് ഇന്ന് റെഡ് അലർട്ട് ആകേണ്ടതാണ്, പക്ഷെ ഹെവി റെയിനില്ല, ചെറിയൊരു റിസ്ലിങ് മാത്രം ഇപ്പോൾ ഉണ്ട്. ആ ഒരു മഴയത്ത് നമ്മളിങ്ങനെ കാട്ടിനകത്തേക്ക് കയറി പോയാണ്. നമുക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ കാട്ടിനകത്ത് വെച്ച് എന്തെങ്കിലുമൊക്കെ കാണാൻ പറ്റും, എന്തെങ്കിലുമൊക്കെ നടക്കും അല്ലേ ബാലു? എന്തെങ്കിലും നടക്കൂലേ പറയണേ? വാങ്ങിച്ചിട്ടൊന്നും പോകില്ല. ഇന്നലെ നമ്മള് കൊട്ടൂരിൽ കൂടെ Animal crossing. Don't stop your vehicle. ഇവിടെ വണ്ടി നിർത്തിക്കൂടെ ഗൈസ്. അപ്പോൾ നമ്മൾ ഇതിലെ കാഴ്ചകളുണ്ട് ഇങ്ങനെ പോവുക. നമ്മുടെ തൊട്ട് ലെഫ്റ്റ് സൈഡിൽ കൂടെ റിവർ പോകുന്നുണ്ട്. അത് ഏത് റിവറാണ് അറിയാവോ? കബനി ആയിരിക്കും അല്ലേ? അറിയില്ല, അത് അറിയാവുന്നവരെന്താ കമന്റ് ചെയ്യണം കേട്ടോ. മുത്തങ്ങയിലേക്ക് പോകുമ്പോൾ നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ പോകുന്ന ആ റിവർ മയിലിനെ കിട്ടിയേട്ടാ. എന്താ പോണ അത് ആ ചെടിയുടെ ഇടയിൽ മറിഞ്ഞ് നാണമുള്ള മയിലാണെന്ന് തോന്നുന്നു. ഹലോ, രാജേഷ് ഇതിനകത്തുണ്ട്. മുത്തുമണികളെ, രാജേഷ് ഇതിനകത്തുണ്ട്. പിന്നെ വരാം. ബോർഡറാണോ? ബോർഡറിൽ വെൽക്കം ടു ഗുണ്ടൽപേട്ട്. ആ, വെൽക്കം ടു കർണാടക. നമ്മൾ കർണാടക ചെക്ക് പോസ്റ്റിലോട്ട് എത്തുകയാണ്. കർണാടക ബോർഡറിലേക്ക് എത്തുകയാണേ. ചെക്കിംഗ് ഇല്ല അവിടെ. ഉണ്ട്, അവിടെ അപ്പുറത്ത് ചെക്കിംഗ് ഉണ്ട്. അടുത്ത് ഒരു 20 രൂപ കൊടുക്കൂ. ഇവിടെ നമുക്ക് കർണാടക എൻട്രിക്ക് ഒരു 20 രൂപ ഫീസ് ഉണ്ട്. 20 രൂപ ഫീസ് കൊടുത്ത് വേണം പോവാൻ. ചേഞ്ച് കൊടുക്കും ബാലു. ഓക്കെ സാർ. നമുക്ക് ആനയെ കിട്ടി കേട്ടോ. നമ്മൾ താണ്ട ഈ റോഡ് മുത്തങ്ങി വഴി പോകുമ്പോഴത്തേക്കും കർണാടക കയറുതാ ആന കാട്ടാന. ബേളം ഉണ്ടാക്കല്ലേ, ബേളം ഉണ്ടാക്കല്ലേ. കൊമ്പുണ്ട് നല്ല. എൻ്റെ കൊമ്പ് നോക്കി, എൻ്റെ പൊന്നെ, എന്ത് കൊമ്പെന്ന് നോക്കിയേ. പോ, അങ്ങനെ നിർത്തണ്ട, റിസ്ക് ആണ്. ആന കാട്ടാന. കാട്ടുനായി. ഇല്ല, നമുക്ക് കുറച്ചുകൂടെ മുമ്പോട്ട് പോവാം. നമ്മളങ്ങനെ മുത്തങ്ങ ഫോറസ്റ്റിലൂടെ കർണാടകയിലേക്ക് കയറി കുറേ ദൂരം അങ്ങനെ ഓടി വന്നു കേട്ടോ. വനത്തിനകത്ത് കൂടെ കുറച്ച് അനിമൽസിനെ കണ്ട് നമ്മൾ വന്നു കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു കൃഷിയിടം കിട്ടി കേട്ടോ. നോക്കിയാൽ ഈ ഏരിയ മൊത്തവും എന്തൊക്കെയോ കൃഷി ചെയ്തേക്കാണ് കണ്ടോ. ഇതെല്ലാം കൃഷിയാണ്. ഇവിടെ നമുക്ക് അത്യാവശ്യം സാധനങ്ങൾ വാങ്ങാൻ, ജ്യൂസ് അങ്ങനെയുള്ളതൊക്കെ വാങ്ങാനുള്ള സംഭവങ്ങളും കടകളൊക്കെ ഉണ്ട്. ഒരു മഴയുടെ ഒരു വൈബും ചുറ്റും കൃഷിയും പൂക്കൃഷിയൊക്കെ ആയിട്ട് താണ്ടെ അടിപൊളി. എന്താ ഫീലെന്നറിയോ? പൊളി. നമ്മൾ വയനാട് വന്നിട്ട് ആ സുൽത്താൻ ബത്തേരി വന്നിട്ട് ഇതിലേ ഇങ്ങനെ പോകണം കേട്ടോ. വയനാട് എക്സ്പ്ലോർ ചെയ്യാൻ വരുമ്പോൾ ടൈമുണ്ടെങ്കിൽ ഈ ഒരു റോഡ് ട്രിപ്പും കൂടെ എടുക്കുന്ന അടിപൊളിയായിരിക്കും. എന്തോ ഒരു സംഭവം നമ്മളിവിടെ കണ്ടു കേട്ടോ. അങ്ങനെയാണ് നോക്കി വന്ന അകത്തോട്ട് നടന്നു വന്നപ്പോഴേ, നമ്മൾ കുറച്ച് അകത്തോട്ട് നടന്നു വന്നപ്പോൾ ഇവിടെ എന്തോ തീയൊക്കെ ഇട്ട ആൾക്കാർ എന്തോ ചെയ്യുന്നു. ഇതെന്ത് ചെയ്യാണ് സുരേഷ് ചേട്ടാ? ഇതെന്തിനാ ഈ തടി കത്തിക്കുന്നത്? ഇതെന്തിനു ചെയ്യുന്നു? എന്തോ ചെയ്യാണ്? ബീൻസിന് അല്ല, ഇതെന്തിനു തീ ഇടുന്നത്? ഏതൊക്കെണ്ണ എന്തോ തീ പോട്ടെടുക്കുന്നു? ഉളു. ചൂടാക്കി. ഈ റോഡ് നോക്കി ഇങ്ങനെ ദൂരത്ത് നീണ്ടിങ്ങനെ കിടക്കുന്നു. അടിപൊളിയല്ലേ? രണ്ട് സൈഡിലും കൃഷിത്തോട്ടവും പൂക്കൃഷിയും, ലെഫ്റ്റ് സൈഡിലായിട്ട് ബീൻസിൻ്റെ കൃഷിയൊക്കെ ആയിട്ട്. ഇതൊരു കാർഷിക വില്ലേജാണ് ഗുണ്ടൽപേട്ടിലെ.
റോഡിൽ നിന്ന് കുറച്ച് അകത്തോട്ട് പോകുമ്പോൾ ഇങ്ങനെയാണ്. നമ്മുടെയൊക്കെ നാട്ടിലാണെങ്കിൽ മെയിൻ റോഡിൻ്റെ സൈഡിലായിരിക്കും ഇത് കണക്ക് വീട് വയ്ക്കുന്നത്. ഇവിടെ കണ്ടു മെയിൻ റോഡ് വിട്ടിട്ട് അകത്തോട്ടുള്ള റോഡുകളിലാണ് ആൾക്കാർ വീട് വെച്ച് താമസിക്കുന്നത്. അതിനോടൊപ്പം വലിയ ഏരിയയിലുള്ള കൃഷിത്തോട്ടങ്ങൾ. ഫുള്ള് സൂര്യകാന്തി പാടമാണ്. നോക്കി അങ്ങ് മലയും താഴ്വാരത്തിന് കൃഷിയും. ഈ വഴി എങ്ങനെ വണ്ടി കയറി വരാം കേട്ടോ. വണ്ടി കയറി വന്ന് കുറച്ച് അപ്പോൾ തോട്ടത്തിൻ്റെ അടുത്തോട്ടൊക്കെ പോവാം. അവിടെ ഒന്ന് നടന്ന് പോവുക വണ്ടി അവിടെ ഇട്ടതിന് ശേഷം. ഒന്നും കിട്ടിയില്ല. നല്ല അടിപൊളി സൂര്യകാന്തി പാടമൊക്കെ കണ്ട് അവിടെ നിന്ന് നമ്മൾ കാളവണ്ടിയിലൊക്കെ കയറി യാത്ര ചെയ്തതിന് ശേഷം കുറച്ച് മുന്നിലേക്ക് വന്നപ്പോഴത്തേക്ക് ഒരു ടോൾ ഗേറ്റ് ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ടോളൊക്കെ അടിച്ച് വന്നപ്പോൾ ഒരു പെട്രോൾ പമ്പായി കേട്ടോ. പെട്രോൾ പമ്പിലേക്ക് ഇപ്പോൾ വണ്ടി കയറ്റിയിരിക്കുകയാണ് പെട്രോൾ അടിക്കാൻ വേണ്ടി. പെട്രോളിന് ഇവിടെ വരുന്നത് 102 രൂപ 97 പൈസയാണ്, അതായത് ഒരു 103 രൂപ. ഡീസലിന് വരുന്നത് 91 രൂപ 4 പൈസയാണ് കേട്ടോ. ഇത്രയും പൈസയുടെ വ്യത്യാസമുണ്ട്. അപ്പോൾ നമ്മളിനി മുമ്പോട്ടൊന്ന് ഗുണ്ടൽപേട്ട് പോയി നോക്കാം. അത് കഴിഞ്ഞിട്ട് എങ്ങോട്ട് പോകാൻ പറ്റുമോ നോക്കട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് തിരിച്ച് പോകണം. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലായിരുന്നു നമ്മുടെ യാത്ര. അടിപൊളി സ്ഥലങ്ങളാണ് കേട്ടോ. ഇതണക്ക് വന്ന് നമ്മൾ കൊട്ടിയൂർ പോയി ഇറങ്ങിയതാണെന്ന് അറിയാലോ. കൊട്ടിയൂർ പോകുമ്പോൾ ഇതണക്കൊക്കെ ഒന്ന് പ്ലാൻ ചെയ്ത് വന്നാൽ അടിപൊളിയായിരിക്കും. അടിപൊളി റോഡ് പണി കിടക്കുകയാണ് മഴയത്ത്. അവരതെങ്കിലും ചെയ്യുന്നുണ്ടല്ലോ അല്ലേ? ഓ നമ്മട്ടിക്ക് ഇട്ടിട്ട് തട്ടി നിർത്തി. ആന 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 എന്താ എഴുതിയിട്ടുണ്ട് ജീപ്പിൽ? കാട്ടുപോത്ത് കാട്ടുപോത്ത് കാട്ടുപോത്ത്. ഓ എന്തോരാന, 5-6 ഉണ്ടല്ലേ. കാട്ടുപന്നിയും കണ്ടു. കാട്ടുപന്നി കാട്ടുപന്നി കാട്ടുപന്നി. നമ്മള് ബന്ദിപ്പൂർ ടൈഗർ റിസർവിനകത്തേക്ക് വീണ്ടും കയറുകയാണ്. അത് അവർക്കറിയാം. അവര് പേരൊക്കെ ഇട്ടിരിക്കുന്നുണ്ട്. വണ്ടികളൊന്നും കാണാനും വയ്യല്ലോ. ചാർജായി 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 ഓടിക്കും. ഫ്രണ്ട് വണ്ടി മാൻ ഇവിടെ ഇഷ്ടം പോലെ ഉള്ള. ഹായ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ ഇന്നലെ വൈകുന്നേരം മുത്തങ്ങ വഴി ഗുണ്ടൽപേട്ട് ഒരു യാത്ര പോയി തിരിച്ചു വന്ന് ആനയൊക്കെ കുത്ത ഓടിച്ചിട്ട് പിന്നെ അധികം ഒന്നും കറങ്ങില്ല. പിന്നെ ഞങ്ങൾ ഇവിടെ ഒന്ന് സ്റ്റേ എടുത്ത് കേട്ടോ. എന്നിട്ടിപ്പോൾ ഇന്ന് രാവിലെ തിരിച്ച് വയനാട് വഴി നാട്ടിലേക്ക് പോകാനുള്ള പുറപ്പാടാണ്. അപ്പോഴും നമുക്ക് കാഴ്ചകൾ അതിലൂടെ കാണാം. ഞങ്ങൾ ഇന്നലെ സ്റ്റേ ചെയ്ത ഹോട്ടൽ ഇതാ കേട്ടോ. ഇതിൻ്റെ മുകളിലാണ് റൂംസാണ്. ഈ സൈഡ് വഴി കയറി പോകണം. മുകളിലാണ് താഴെ ഒരു ചെറിയ റെസ്റ്റോറൻ്റ് ഒക്കെ ഉണ്ട്. അത്യാവശ്യം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് താമസിക്കാൻ പറ്റുന്നതാണ്. ഈ റോഡിനൊരു പ്രത്യേകത ഉണ്ട്. ഇത് ബത്തേരി മുത്തങ്ങ ഗുണ്ടൽപേട്ട് റോഡാണ്. മൈസൂറൊക്കെ പോകുന്ന റോഡ് ഇതാണ് കേട്ടോ. അപ്പോൾ ഈ റോഡിൽ 9 മണിക്ക് വന്നിട്ട് അവിടെ ചെക്ക് പോസ്റ്റിൽ ക്ലോസ് ചെയ്യും. പിന്നെ ആളിനെ കടത്തി വിടത്തില്ല. അപ്പോൾ നിങ്ങളിങ്ങനെ വരിക താമസിച്ച് പോകാൻ പെട്ടെന്ന് 9 മണിയായിപ്പോയി അവിടെ ചെക്ക് പോസ്റ്റ് ക്ലോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ തിരിച്ചു വന്ന് ഇവിടെ സ്റ്റേ ചെയ്യാവുന്നതാണ് കേട്ടോ. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഒരു 1000 രൂപയ്ക്ക് താഴെയൊക്കെ 2 പേർക്ക് കിടക്കാവുന്ന റൂം കിട്ടും.
അപ്പോൾ അതൊന്ന് നോക്കി കേട്ടോ. ഞാൻ കിടന്നു കൊള്ളായിരുന്നു, അതുകൊണ്ട് പറഞ്ഞതാ. ഞാൻ ജസ്റ്റ് റൂമൊന്ന് കാണിക്കാം. ഫസ്റ്റ് ഫ്ലോറിലാണ് കേട്ടോ റൂം വരുന്നത്. മൊത്തോടെ 8 റൂമാകണ്ടേ ഉണ്ട് ഇതിനകത്ത്. ഇതാ ഇങ്ങനെയാണ് നമ്മുടെ റൂം. കണ്ടോ, ഫ്ലിക്കറിങ് ആണല്ലോ. എന്താ, ഒരു ഡബിൾ ബെഡ് ഉണ്ടാവും, ബാത്റൂം ഉണ്ടാവും, ടീപ്പോണ്ട്, അത്യാവശ്യം സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ സമയം താമസിച്ച് പോയി സ്റ്റേ എടുക്കണമെന്നുണ്ടെങ്കിൽ ഇത് സജസ്റ്റ് ചെയ്യുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ പോട്ടെ. നമ്മളീ പോകുന്ന വഴിക്ക് ഉപകാരപ്പെട്ട ആൾക്കാർക്ക് സ്റ്റേ ചെയ്യാനും അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാനൊക്കെ പറ്റിയ സംഭവങ്ങളുണ്ടെങ്കിൽ അത് പറഞ്ഞാൽ പോകുന്നത് കേട്ടോ. ഇതാണ് ആ റോഡ്. നമ്മളിപ്പോൾ സുൽത്താൻ ബത്തേരി ടൗണിലെത്തിയ ഈ ടൗണിൽ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ താണ്ടേ 2 സൈഡിലും ചെടിച്ചട്ടിയൊക്കെ വെച്ച് പൂക്കളൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്ന. പൂക്കളില്ല, ചെടിച്ചട്ടിയും ചെടിയൊക്കെ ഉണ്ട്. ഇത് നോ എൻട്രി. അപ്പോൾ ലെഫ്റ്റ് തന്നെ പോട്ടോ. കേരളത്തിലെ ഏറ്റവും ക്ലീൻ ആയിട്ടുള്ള സിറ്റിയാണ് കേട്ടോ അത്. നേരെ പോട്ടെ. ഏറ്റവും ക്ലീൻ ആയിട്ടുള്ള സിറ്റിയാണ്. അത്രയും നന്നായിട്ടാണ് ഇവിടെ മുനിസിപ്പാലിറ്റി ഇതിനെ പരിപാലിക്കുന്നത്. ഇത് രാവിലെ ഇവിടെ മരം വീണ് കേട്ടോ, അതാണ് ഇത്രയും ബ്ലോക്ക്. മരം മുറിച്ച് മാറ്റിയിരുന്നത് ഈ മരമാണ് കേട്ടോ ഒടിഞ്ഞു വീണത്. ഓ, ലൈൻ കമ്പി താന്നിട. നമുക്ക് പ്രശ്നമില്ല, നമ്മൾ ലെഫ്റ്റ് വന്ന് നോക്കിയോ. ഈ മരം കേട്ടോ വീണത്. അയ്യോ, ആ മരം നോക്ക്, ഫുള്ള് പൊള്ള. അങ്ങനെ സുൽത്താൻ ബത്തേരിയിൽ നിന്ന് നാട്ടിലേക്കുള്ള യാത്രക്കിടയിലാണ് നമ്മൾ ബെന്നിച്ചേട്ടൻ്റെ വീട്ടിൽ, സാബുച്ചേട്ടൻ്റെ വീട്ടിലേക്ക് വന്നത് കേട്ടോ. സാബുച്ചേട്ടൻ നമ്മുടെ പഴയൊരു സുഹൃത്താണ്, നമ്മുടെ സുരേഷ് ചേട്ടൻ്റെ അടുത്ത സുഹൃത്താണ്. അപ്പോൾ കഴിഞ്ഞ വർഷം നമ്മൾ കൊട്ടിയൂർ വന്നപ്പോൾ വയനാടെത്തിയപ്പോൾ സാബുച്ചേട്ടൻ്റെ വീട്ടിലാണ് താമസിച്ചിരുന്നത് കേട്ടോ. സാബുച്ചേട്ടൻ ഇപ്പോൾ ഇവിടെ ഉണ്ട്, ചെറിയൊരു ആക്സിഡൻ്റൊക്കെ പറ്റി വിശ്രമത്തിലാണ്. അപ്പോൾ ഇത് ആനയും കരടിയൊക്കെ വരുന്ന പ്രദേശമാണ്, വനത്തിനകത്താണ്, കാപ്പിത്തോട്ടത്തിനകത്ത്. ഇത് സാബുച്ചേട്ടൻ്റെ കോഴി ഫാമാണ് കേട്ടോ. ഇപ്പോൾ കോഴികളൊന്നും ഇല്ല. കോഴി ഫാം എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നിട്ട് വളർത്തി അതാ തന്ന് അവർക്ക് തന്നെ തിരിച്ചു കൊടുക്കും. നിങ്ങൾക്കറിയാമല്ലോ, കോഴി ഫാം നടത്തുന്ന ആൾക്കാരുണ്ടാവുമല്ലോ, അവർക്കറിയായിരിക്കും. ഇതാണിത് കേട്ടോ. ഞാൻ അകത്തേക്ക് കയറുന്നില്ല. ഇപ്പോൾ അടുത്ത കോഴി ഇടാൻ വേണ്ടി എല്ലാം റെഡിയാക്കി ഇട്ടേക്കുക. പിന്നെ ഒരു കാര്യം, ഈ സാബുച്ചേട്ടൻ എന്ന് പറയുന്നത് നമ്മുടെ രവിയേട്ടനില്ലേ, വയനാട്ടിലെ ഫേമസ് പോർക്ക് ഡിഷസൊക്കെ കിട്ടുന്ന കടയുള്ള രവിയേട്ടൻ്റെ, ആ രവിയേട്ടൻസ് കടയിലെ രവിയേട്ടൻ്റെ അളിയനാണ്. അപ്പോൾ നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകുന്നുണ്ട് കേട്ടോ. അവിടെ നിന്ന് എന്തെങ്കിലും ഫുഡ് ഉണ്ടെങ്കിൽ കഴിക്കണം. നമുക്ക് നോക്കാം എന്താണെന്നുള്ളത്. എന്ത് രസമുള്ള വഴിയും ഇതെന്നൊക്കെ നോക്കിയേ. കാപ്പിത്തോട്ടത്തിൻ്റെ ഇടയിൽ ഇവിടെ മൾബറി മരം നിൽക്കുന്നു എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് മൾബറി പറിച്ച് കഴിച്ചാൽ അതാ ഉണ്ടാ പഴുത്ത് ബ്ലാക്ക് കളറായതില്ല, എന്നാലും അത്യാവശ്യം പഴുത്ത് നിൽക്കുന്നുണ്ട് മൾബറി. ഇത് പറിച്ച് നമ്മൾ കഴിക്കാം. പൊളിയുണ്ട്. പൊന്നതാ, ഇത് നോക്ക്, തലകുത്തരം ഒരു വണ്ടി കിടക്കണം. ഇത് എവിടെ പോയി കയറിയത്? ബലേനോ? നമ്മൾ തിരിച്ച് വീട്ടിലേക്കുള്ള യാത്രയാണ്. ഓടി വന്നപ്പോൾ കൽപ്പറ്റയ്ക്ക് അപ്പോൾ അടുത്തുള്ള ഗാന്ധി ഗ്രാമത്തിൽ ഇറങ്ങി കേട്ടോ. ഗാന്ധി ഗ്രാമത്തിൻ്റെ ഷോപ്പാണിത്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ഇങ്ങനെ കരകൗശല വസ്തുക്കളും അതുപോലെ വീട്ടിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ സാധനങ്ങളൊക്കെ വാങ്ങാൻ പറ്റും. അപ്പോൾ അകത്തോട്ട് കയറി നോക്കാൻ എന്താണ് ഉള്ളതെന്നുള്ളത്. ഒരു വഴി തരുമോ? ഈ ഗാന്ധി ഗ്രാമത്തിൽ ഉണ്ടാക്കുന്ന ഒരുപാട് പ്രോഡക്റ്റ്സ് ഇവിടെ ഉണ്ട് കേട്ടോ. ഇതിനകത്ത് കയറുമ്പോൾ തന്നെ നല്ലൊരു ഫ്ലേവറാണ്, നല്ലൊരു മണമുണ്ട്. മസാലയുടെയും മറ്റെന്താണ് എന്തൊക്കെ ഐറ്റംസിൻ്റെ ഒരു നല്ല മണമാണ് നമുക്ക് കിട്ടുന്നത്. നമ്മളിവിടെ നിന്ന് കുറച്ചൊന്ന് ഷോപ്പ് ചെയ്യട്ടെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ. നമ്മളങ്ങനെ കുറച്ച് ഐറ്റംസ് എടുത്തിട്ടുണ്ട്. ഇവിടെ നിന്നൊരു ബാസ്ക്കറ്റിൽ കുറച്ച് മുട്ടായി, ഇനി കുറച്ച് മസാല നമുക്ക് മിക്സ് ചെയ്ത് വാങ്ങണം. അതുപോലെ എന്തൊക്കെ ഐറ്റം പറ്റുമെന്നുള്ളത് നോക്കണം കേട്ടോ. ഇത് അങ്ങനെ ഭയങ്കര വിലയൊന്നുമില്ല, നല്ല ക്വാളിറ്റി സാധനമാണ്. അപ്പോൾ ആ വിലയാവും, അത് നോക്കിയെടുക്കുക. അങ്ങനെ നമ്മൾ ഈ ബാസ്ക്കറ്റ് നിറയെ കുറച്ചധികം സാധനങ്ങൾ എടുത്തു കേട്ടോ. ഇതിനി നമുക്ക് വിലയിടാം. ഇത് സ്ഥലം എവിടെയാണ്? ഇത് കൽപ്പറ്റ ചുണ്ടേൽ അല്ലേ? ഇത് മെയിൻ റോഡ് തന്നെയല്ലേ പോകുന്നത്? നേരെ ചുരം പോയല്ലേ ചെയ്യുന്നത്? താമരശ്ശേരി ചുരത്തിലേക്ക് പോകുന്ന റോഡല്ലേ? അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ. ചുണ്ടേലുള്ളതാണ്. കൽപ്പറ്റ കഴിഞ്ഞ് വരുമ്പോൾ ചുണ്ടേലുള്ള ഗാന്ധി ഗ്രാമത്തിലാണ് നമ്മൾ കയറിയിരിക്കുന്നത്. നമ്മുടെ ബില്ല് ചെയ്യുകയാണ്. നമ്മൾ മസാല എടുത്ത്, തേയില എടുത്ത്, പുളിമുട്ടായി എടുത്ത്, ഇതുപോലത്തെ ഒരു ക്യാൻഡി എല്ലാം എടുത്തിട്ടുണ്ട്. ഇത് മാങ്ങ, തുറമാങ്ങ, കരിപ്പട്ടി, ജീരകമിഠായി, ഇത് ഷുഗർ ഹണി ക്യാൻഡി. ഏതാണ് ഹണി അംല, ഗ്രീൻ ടീ,
അത് തേനിലുള്ള നെല്ലിക്ക, തേന് നെല്ലിക്ക. ഇപ്പോൾ നല്ലൊരു വലിയ പർച്ചേസ് നമ്മൾ ചെയ്തിട്ടുണ്ടേ. ഇനി ബില്ലിട്ട് വാങ്ങട്ടെ. ഒരു വലിയ പർച്ചേസ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ വീണ്ടും തിരിച്ച് ഇറങ്ങിയാണ്. അപ്പോൾ ഗാന്ധിഗ്രാമിൻ്റെ ഇതിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ നിങ്ങൾക്ക് വീട്ടിലേക്ക് സപ്ലൈ ചെയ്ത് തരും കേട്ടോ. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ വീഡിയോയുടെ കൂടെ കൊടുക്കാം. ഭയങ്കര മഴ പുറത്ത്, ഭയങ്കര മഴയാണ്. വയനാട് നല്ല മഴയാവുകൊണ്ട് തന്നെ എല്ലാ ടൂറിസ്റ്റ് പ്ലേസും ക്ലോസ്ഡ് ആണ് കേട്ടോ. ടൂറിസ്റ്റ് ആയിട്ട് ഈ സമയത്ത് ആരും വയനാടേക്ക് വരണ്ട. ഒരു സ്ഥലത്തും നമുക്ക് കയറാൻ പറ്റില്ല. നമുക്കിവിടെ വന്നിട്ട് തിരിച്ച് പോകാനേ പറ്റുള്ളൂ. നമ്മൾ കൊട്ടിയൂർ ക്ഷേത്രം പോയതുകൊണ്ടാണ് ഇതുവഴി കറങ്ങി ഇവിടുത്തെ ഉള്ള ക്ഷേത്രമൊക്കെ കണ്ട് തിരികെ പോകുന്നത്. ഇവിടെയാണ് കേട്ടോ പൂക്കോട് ലേക്കിൽ പോകുന്ന വഴി. അത് കട്ട് ചെയ്ത് ഫ്രണ്ടിലോട്ട് വെച്ചിട്ട് മറ്റേ വീഡിയോ വയനാട് ചുരം. വയനാട് ചുരം, താമരശ്ശേരി ചുരം നമ്മൾ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കിവിടെ സൈഡിൽ വണ്ടി നിർത്തിയിട്ട് ഇറങ്ങാൻ പറ്റുന്ന സ്ഥലത്തെല്ലാം മഴയാവുകൊണ്ട് നമുക്ക് ഇറങ്ങി നിൽക്കാൻ പറ്റത്തില്ല. ഫുൾ കോടയാണ് കേട്ടോ. അപ്പോൾ വയനാട് ചുരം ഹെവി റെയിനിൽ നമ്മൾ 0 വിസിബിലിറ്റിയിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ യാത്രാ വീഡിയോ ഇവിടെ വെച്ച് തീരെയാണ്. ഓക്കെ ഓക്കെ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ഇടുക. അപ്പൊ അതെല്ലാം ചെയ്തിട്ട് നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം. ഓക്കെ, ബൈ ബൈ. ബൈ ബൈ പറ ഡ്രൈവറെ. ബൈ ബൈ. ചുരം ഫുൾ ബ്ലോക്ക്.